നമസ്കാരം പ്രിയ കൂട്ടുകാരെ, അഡുഡൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവധിയൊക്കെയിലെ ചങ്ങാതിമാരെ എന്ന് വിചാരിച്ച് നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളായ അജയനെ സന്ദീപിനെ ഞാൻ ഫോൺ വിളിച്ചു. പെട്ടെന്ന് തന്നെ അവർ ചേർത്തലയിൽ നിന്ന് നമ്മുടെ വീട്ടിലെത്തി. ഞങ്ങൾ സാധാരണ ഒത്തുകൂടുമ്പോൾ എന്തെങ്കിലും ഫുഡൊക്കെ വെച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളിന്ന് വീണ്ടും ഒത്തുകൂടുന്നത്. അപ്പോൾ അജയനാണ് പറഞ്ഞത് നമുക്കൊരു താറാവ് മപ്പാസ് സെറ്റ് ചെയ്യാമെന്ന്. അജയൻ്റെ താറാവ് മപ്പാസ് വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ്. ഞാൻ കൈപ്പഴമുട്ടിപ്പോയി ഒരു നാടൻ താറാവിനെ വാങ്ങി നന്നായിട്ട് ക്ലീൻ ചെയ്ത് അജയനെ ഏൽപ്പിച്ചു. കൂടെ സന്ദീപും നമ്മുടെ സുമേഷ് ബ്രോയും ഉണ്ടായിരുന്നു. ക്ലീൻ ചെയ്ത താറാവിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് തിരുമ്മി ഒരു 10 മിനിറ്റ് വയ്ക്കുക. 1 ടീസ്പൂൺ മസാലപ്പൊടി വീണ്ടും തേച്ച് വയ്ക്കുക. കുറച്ച് വെള്ളവും വെളിച്ചെണ്ണയും ചേർത്ത് കുക്കറിൽ 4 വിസിലടിച്ച് വയ്ക്കുക. ഈ സമയം നമ്മുടെ സന്ദീപ് ഒരു തേങ്ങ ചിരകി വെള്ളം കുറച്ച് അടിച്ച് 1-ാം പാലും 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് 2-ാം പാലും സെറ്റാക്കി വെക്കുക. മപ്പാസിൻ്റെ മെയിൻ തന്നെ മസാല കഷ്ണങ്ങളാണ്. ഏലക്ക, കുരുമുളക്, ഗ്രാമ്പൂ, കറുവപ്പട്ട, ജാതിപത്രി ഒക്കെ എടുത്തു വെച്ചു. മപ്പാസിൻ്റെ കൂട്ടുകാരായ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചകചക അരിഞ്ഞു വെച്ചു. ഒരു ഓട്ടുരുളി എടുത്തു വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ അതിലേക്ക് തട്ടി മസാലയിട്ട് മൂപ്പിച്ചു. അപ്പോൾ അടുക്കള മുഴുവൻ ഒരു കിടിലം മണം തന്നെ ഉണ്ടായി. ഉള്ളിയും കൂട്ടുകാരെയും തട്ടി ചുമക്കെ വഴറ്റി 4 പച്ചമുളകും കീറിയിട്ട് ഇളക്കോടെ ഇളക്കും. ഇനി വരുന്നൊരു സാധനമുണ്ട്, അതാണ് നമ്മുടെ അജയൻ്റെ ട്വിസ്റ്റ്. പച്ചമുളകും കുരുമുളകും ചതച്ചെടുത്ത ഒരു സ്പെഷ്യൽ മസാല. ഇതാണ് സാറേ ഇവൻ്റെ മെയിൻ ഐറ്റം. വഴുന്ന വന്ന ഉള്ളിയിലേക്ക് മഞ്ഞൾപ്പൊടി തൂവുകയും സ്പെഷ്യൽ മസാലയും ചേർത്ത് വരട്ടുക. ഇതിൽ നിന്നും നല്ല മണം വരുമ്പോൾ ഒരു വലിയ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത സമയം ഞങ്ങൾ പഴയകാല കഥകളൊക്കെ ഓർത്തെടുത്തു. തണ്ണീർമുക്കം ബണ്ടിൽ പോയി ഐസ്ക്രീം കഴിച്ചതും ചൂണ്ടയിടാൻ പുത്തൻകാലിൽ പോയതും വള്ളം മറിഞ്ഞതും ആദ്യമായിട്ട് പിടിച്ച വരാലിനെ ഞങ്ങൾ ബക്കറ്റിട്ടിട്ട് മൂടി വെച്ചിട്ട് ഗ്രില്ല് ചെയ്യാനായിട്ട് ബക്കറ്റ് തുറന്നപ്പോൾ ചാടിപ്പോയി ഞങ്ങൾ ശശിയായി നിന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓർത്തെടുക്കുമായിരുന്നു. നമ്മുടെ കിഴങ്ങ് വെന്ത് ഇതിലേക്ക് 2-ാം പാൽ ചേർക്കുക. ഇളക്കി മറിച്ച് ഇതിലേക്ക് താറാവ് വെന്ത വെള്ളം ചേർത്ത് ഇളക്കി മൂടി വയ്ക്കുക. വീണ്ടും കട്ട വെയിറ്റ്. ഈ സമയം ഞങ്ങൾ ഓരോ തേങ്ങാപ്പാൽ ഒഴിച്ച മോഞ്ചി വെള്ളം കാച്ചി. അതിൻ്റെ റെസിപ്പി നമ്മൾ പിന്നീടാൻ കേട്ടു. വെന്ത ഉരുളിയുടെ മൂടി തുറന്ന് താറാവിനെ ചേർത്ത് വീണ്ടും മൂടി വയ്ക്കുക. അജയൻ ഈ സമയം കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയൊക്കെ കട്ട് ചെയ്ത് വെച്ചു. താറാവ് കറിയുടെ മൂടി തുറന്നതിന് ശേഷം 1-ാം പാലൊഴിച്ച് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് മല്ലിയിലയും വെളിച്ചെണ്ണയും ചേർത്ത് നമ്മുടെ തീ അങ്ങോട്ട് ഓഫാക്കി മൂടി വയ്ക്കുക. 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ നാടൻ താറാവ് മപ്പാസ് റെഡിയായി കേട്ടോ. ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം തുടങ്ങിയിട്ട് ഏകദേശം ഒരു 18 വർഷത്തോളമായിട്ടുണ്ട്. ഞാൻ ചേർത്തലയിലെ ഒരു പെട്രോൾ പമ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇവരെ പരിചയപ്പെടുന്നത്. അവർ അതിൻ്റെ അടുത്തുള്ള ഒരു ലോഡ്ജിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഞങ്ങൾ തമ്മിലുള്ള അന്നത്തെ സൗഹൃദം ഇന്നും ഞങ്ങൾ ഒരു കോട്ടം തട്ടാതെ കാത്തു സൂക്ഷിച്ചു പോകുന്നുണ്ട്. എന്താവശ്യം വന്നാലും 2 പേരും കൂടെ തന്നെ ഉണ്ടാവും. ഒരു പ്ലേറ്റ് എടുത്ത് കുറച്ച് 3-4 പൊറോട്ടയൊക്കെ എടുത്തിട്ട് താറാവിൻ്റെ മപ്പാസും ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവുക. ഒന്നും പറയാനില്ല എൻ്റെ ചങ്ങാതിമാരെ, ഈ താറാവ് മപ്പാസ് എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പം ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ വീഡിയോ ഞങ്ങൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും സൗഹൃദങ്ങളെ മോടി പിടിപ്പിക്കാൻ ഇത്തരം രുചിക്കൂട്ടുകൾക്ക് കഴിഞ്ഞെന്ന് വരും. എല്ലാവരും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഉണ്ടാക്കി കൊടുക്കുക. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.